ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मिलितं येन तस्मै श्रीगुरुवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूप कदा मह्यं ददाति सुपदान्तिकं वन्देऽहं श्रीगुरों श्रीयुतपथकमलं श्रीगुरों वैष्णवांश्च श्रीरूपं साग्रजातं सगणरघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधा कृष्णपादान् सगणललिता शिविशाखान्वितंश्च हे कृष्णा करुणा सिन्धु दीनबन्धो जगत्पते गोपेश गोपिका कान्त राधाकान्त नमोस्तुते तप्त काञ्चन गौराङ्गी राधे वृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। नमः ओं विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमते भक्तिवेदान्त स्वामिनिधि नामिने नमस्ते सारस्वती देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देशतारिणे जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर शिवासादि गौर भक्त वृंद हरे कृष्ण 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 हरे 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 राम 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 हरे हरे गुरुवे गौरचंद्राय राधिकाय तदालये कृष्णाय कृष्ण भक्ताय तद्भक्ताय नमो नमः। ഹരേ കൃഷ്ണ ഹരി ഓം തത്സത്. ഇപ്പോൾ ഭഗവത്ഗീത ആസ് ഇറ്റ് ഈസ് അധ്യായം 6 രണ്ടാമത്തെ ശ്ലോകം മുതൽ. യം സന്യാസം ഇതി പ്രാഹുർ യോഗം തം വിദ്ധി പാണ്ഡവ നഹി അസന്യസ്ത സങ്കൽപ്പോ യോഗി ഭവതി കശ്ചന. യം സന്യാസം ഇതി പ്രാഹുർ യോഗം തം വിദ്ധി പാണ്ഡവ നഹി അസന്യസ്ത സങ്കൽപ്പോ യോഗി ഭവതി കശ്ചന. പ്രദീപ് പ്രഭു. ഹരേ കൃഷ്ണ. യം സന്യാസമിതി പ്രാഹുർയോഗം തം വിധി പാണ്ഡവ നഹ്യ സന്യാസ സങ്കൽപ്പോ യോഗേ ഭവതി കശ്ചന. ഹരേ കൃഷ്ണ. സ്മിത മാതാജി. ഹരേ കൃഷ്ണ. ഹരേ നമോ ഭഗവതേ വാസുദേവായ. യം സന്യാസമിതി പ്രാഹുർയോഗം തദ്വിദ്ധി പാണ്ഡവ ന ഹ്യസന്യസ്തസങ്കൽപ്പോ യോഗി ഭവതി കശ്ചന. ഹരേ കൃഷ്ണ. മംഗളമാതാജി. ഹരേ കൃഷ്ണ. കേൾക്കുന്നുണ്ടോ പ്രഭുജി? കേൾക്കുന്നുണ്ട്. ഹരേ കൃഷ്ണ. നമോ ഭഗവതേ വാസുദേവായ. യം സന്യാസം ഇതി പ്രാഹുർയോഗം തം വിദ്ധി പാണ്ഡവ നഹി സന്യാസ സങ്കൽപ്പോ യോഗി ഭവതി കശ്ചന. ഹരേ ശ്യാമള മാതാജി. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. യം സന്യാസമിതി പ്രാഹുർയോഗം തം വിദ്ധി പാണ്ഡവ ന അസങ്കൽപ്പോ യോഗേ ഭവതി കശ്ചന. വിവർത്തനം ഭാവാർത്ഥം ദിവ്യപൂജേസി ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദർക്ക് ജയ്. പരിത്യാഗം എന്ന് പറയുന്നത് യോഗം തന്നെയാണെന്ന് നീ അറിയണം. യോഗം എന്നാൽ പരമപുരുഷനുമായി ബന്ധം സ്ഥാപിക്കുക എന്നതാണ്. പാണ്ഡുപുത്ര, ഇന്ദ്രിയ സുഖങ്ങളിലുള്ള തൃഷ്ണ ഉപേക്ഷിക്കാതെ ആർക്കും ഒരിക്കലും യോഗിയാവാനാവില്ല. What is called renunciation? You should know to be the same as yoga or linking oneself with the Supreme, O son of Pandu. For one can never become a yogi unless he renounces the desire for sense gratification. Okay. അപ്പോൾ നമ്മൾ ഇത് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണം, ക്ലാരിറ്റിയോടുകൂടി മനസ്സിലാക്കണം. എന്താണ് പരിത്യാഗം? അത് സെയിം യോഗ. എന്തിനാണ് നമ്മൾ ത്യജിക്കുന്നത്? നമ്മൾ ഡിറ്റാച്ച് എന്തിനാ ചെയ്യുന്നത്? വെറുതെ അല്ല, നെഗേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമല്ല. നമ്മൾ അത് നെഗറ്റീവ് മാത്രമല്ല, പോസിറ്റീവ് വേണം. നമ്മളിവിടെ നെഗറ്റീവ് മാത്രം നോക്കിയിട്ട് പോസിറ്റീവ് ഇല്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. അപ്പം നമ്മൾ ഡിറ്റാച്ച് ചെയ്താൽ അറ്റാച്ചും ചെയ്യണം. യോഗ എന്ന് പറഞ്ഞാൽ ഭഗവാനോടുള്ള അറ്റാച്ച്, ലിങ്കിങ് ഇവിടെ പറയുന്നില്ല, ഓർ ലിങ്കിങ് വൺസെൽഫ് വിത്ത് ദ സുപ്രീം. യോഗ പറഞ്ഞു ടു ലിങ്ക് വിത്ത്, ടു യുണൈറ്റ് വിത്ത്, അതാണ് യോഗ. അല്ലാണ്ട് നമ്മൾ ഭൗതിക തലത്തിലുള്ള ഇച്ഛകളെല്ലാം വെടിഞ്ഞ് ഒന്നും ചെയ്യാതെ നമുക്ക് ഇരിക്കാൻ പറ്റില്ല. നമുക്ക് ഡിസയർലെസ് ആവാൻ പറ്റില്ല. ആഗ്രഹങ്ങളില്ലാതെ ഒരു വ്യക്തിക്കും ജീവിക്കാൻ പറ്റില്ല. എന്തെങ്കിലും ആഗ്രഹങ്ങളില്ലാത്ത
ഒരു വ്യക്തി ഉണ്ടാവില്ല. ഭൗതിക തലത്തിലോ അല്ലെങ്കിൽ ആധ്യാത്മിക തലത്തിലോ ആഗ്രഹം ഉണ്ടായിരിക്കും. ഭൗതിക തലത്തിലുള്ള ആഗ്രഹങ്ങളെ നമ്മളെ ഇവിടെ ബന്ധിപ്പിക്കുന്നു, ആധ്യാത്മിക തലത്തിലുള്ള ആഗ്രഹങ്ങൾ നമ്മളെ മോചിപ്പിക്കുന്നു. ഇത്ര വ്യത്യാസമുള്ളൂ. അപ്പൊ ആധ്യാത്മിക തലത്തിലുള്ള ആ ആഗ്രഹങ്ങളെ നമ്മളെ യോഗ അത് കണക്ട് ചെയ്യുന്നു ഭഗവാനായിട്ട്. അപ്പൊ റിനൗൺസിയേഷൻ എന്ന് പറഞ്ഞാൽ ഭൗതിക തലത്തിലുള്ള കർമ്മത്തിലെ ത്യജിക്കുക മാത്രമല്ല, അതേസമയം നമ്മൾ ഭഗവാന്റെ താല്പര്യത്തിനുള്ള കാര്യങ്ങളുടെ നമ്മളൊരു അറ്റാച്ച്മെന്റ്, ഒരു ആസക്തിയും കൂടിയും കാണിക്കണം. ആ ആഗ്രഹം കൂടിയും നമ്മൾ നിറവേറണം. അപ്പൊ അതാണ് ഇവിടെ അർജുനോട് ഭഗവാൻ പറയുന്നത്. ഒരിക്കലും ഒരാൾക്ക് ഒരു യോഗിയാവാൻ പറ്റില്ല നമുക്ക് ഇന്ദ്രിയ തൃപ്തിക്കുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ. അപ്പൊ ഇന്ദ്രിയ തൃപ്തിക്കുള്ള ആഗ്രഹം അതും റെഗുലേറ്റഡ് ആയിട്ടുള്ള ചെയ്യാനുള്ള, ഇന്ദ്രിയ ഭോഗം ചെയ്യാനുള്ള, റെഗുലേറ്റഡ് ആയിട്ടുള്ള ചെയ്യാനുള്ള ഒരു ഡിസ്കൗണ്ട്, ഒരു കൺസെഷൻ ഭഗവാൻ നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, അത് തെറ്റല്ല. ഇന്ദ്രിയ ഭോഗം ചെയ്യുന്നത് തെറ്റല്ല. പക്ഷേ നമ്മളുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തില്ല, അത് വൈകും. അപ്പൊ നമ്മളൊരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് പോവാണ്. ഓക്കെ, നമുക്ക് 1 മണിക്കൂറിൻ്റെ ഉള്ള ആ ലക്ഷ്യസ്ഥാനത്ത് എത്തണം. അപ്പോൾ അരമണിക്കൂർ ട്രാവൽ ചെയ്തു, അരമണിക്കൂർ കഴിഞ്ഞ് നമ്മൾക്ക് ഒരു മേള കണ്ടു. ആ മേളയിൽ നമ്മൾ ഒരുപാട് ആകർഷിക്കുന്ന ഒരു കാര്യങ്ങളുണ്ട്. ഓക്കെ, അതിൽ പോയി പങ്കെടുത്തു. നമ്മൾ ലക്ഷ്യസ്ഥാനത്ത് എത്തുമോ 1 മണിക്കൂറിൻ്റെ ഉള്ളിൽ? ഇല്ല. അവിടെ 15 മിനിറ്റ് 20 മിനിറ്റ് നമ്മൾ സമയം ചെലവാക്കിയാൽ നമ്മൾ ലക്ഷ്യസ്ഥാനത്ത് എത്തില്ല. ലക്ഷ്യസ്ഥാനത്ത് എത്തും, അത്രയും വൈകും. അതേപോലെ നമ്മുടെ ആഗ്രഹങ്ങളുണ്ട്, ഭൗതിക തലത്തിൽ ആഗ്രഹങ്ങളുണ്ട്. ഭഗവാൻ പറഞ്ഞ പോലെ റെഗുലേറ്റഡ് ആയിട്ട് നമ്മൾ ആഗ്രഹങ്ങളെല്ലാം ചെയ്ത് ജീവിക്കുകയാണെങ്കിൽ ഈ ജന്മത്തിൽ പറ്റില്ല, കുറച്ചും കൂടി കൂടുതൽ ജന്മം എടുക്കേണ്ടി വരും. 2 ജന്മം 3 ജന്മം. അപ്പോൾ എത്രത്തോളം നമ്മൾ ഡിലേ ആക്കുന്നു അത്രത്തോളം നമ്മൾ ഭഗവാന്റെ ധാമിലെത്താൻ വൈകും. ഒരിക്കലും രണ്ടും കൂടി ഒരുമിച്ച് പോയില്ല. ഭൗതിക തലത്തിലുള്ള ഇന്ദ്രിയ ഭോഗവും അതേപോലെ ഭഗവാൻ ആയിട്ടുള്ള ആ യോഗ, ഭഗവാൻ ആയിട്ടുള്ള യൂണിയൻ, രണ്ടും കൂടി നടക്കില്ല എന്ന് വളരെ ക്ലിയർ ആയിട്ട് പറയുന്ന ഇവിടെ. അൺലെസ് ഹി റിനൗൺസസ് ഡിസയർ ഫോർ സെൻസ് ഗ്രാറ്റിഫിക്കേഷൻ, ഫോർ വൺ ക്യാൻ നെവർ ബിക്കം എ യോഗി. ഒരിക്കലും ഒരു യോഗി ആവാൻ പറ്റില്ല. നമ്മൾ ഭൗതിക തലത്തിലുള്ള ആഗ്രഹങ്ങൾ കംപ്ലീറ്റ് സീറോ ആക്കണം. സീറോ. ആ സീറോ എന്ന് പറഞ്ഞാൽ 2 സൈഡും സീറോ ആണ്. ഒരു ബാലൻസ് ഷീറ്റ് നോക്കിയാൽ ഡെബിറ്റ് ക്രെഡിറ്റ് രണ്ടും അവിടെ സീറോ ആണ്. എവിടെയെങ്കിലും ഒരു ബാലൻസ് കണ്ടാൽ നമുക്ക് അവിടെ എത്താൻ പറ്റില്ല. ക്രെഡിറ്റും സീറോ ആവണം, ഡെബിറ്റും സീറോ ആവണം. ക്രെഡിറ്റ് പറഞ്ഞാൽ നമ്മുടെ പുണ്യം, ഡെബിറ്റ് പറഞ്ഞാൽ നമ്മുടെ പാപം. പാപം പാടില്ല, പുണ്യം പാടില്ല. രണ്ടും സീറോ ആയി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അവിടെ പോകാൻ പറ്റൂ. അപ്പോൾ ഒരിക്കലും യോഗി എന്ന് പറഞ്ഞാൽ ഭഗവാനായിട്ട് യൂണിയൻ ആഗ്രഹിക്കുന്ന ആ വ്യക്തി. അതിനുള്ളത് കർമ്മയോഗമുണ്ട്, ജ്ഞാനയോഗമുണ്ട്, ധ്യാനയോഗമുണ്ട്, ഭക്തിയോഗമുണ്ട്. അതുപോലെ ഇതിൽ ഏറ്റവും ബെസ്റ്റായിട്ട് ഭക്തിയോഗം എന്നാണ് ഭഗവാൻ തന്നെ പറയുന്നു. മറ്റതെല്ലാം ഇൻകംപ്ലീറ്റ് ആണ്. അതെല്ലാം ഓരോ ചവിട്ടുപടിയാണ് ഭക്തി മാർഗത്തിലേക്ക് എത്താൻ, ഭക്തി യോഗത്തിലേക്ക് എത്താൻ. അത് തെറ്റാന്ന് പറയുന്നില്ല, അതിന് ലിമിറ്റേഷൻസ് ഉണ്ട്. കർമ്മയോഗം എന്ന് പറഞ്ഞാൽ കർമ്മയോഗത്തിന് നമുക്ക് മെയിനായിട്ട് രണ്ടായിട്ട് വിഭജിക്കാം. എന്തൊക്കെയാണ് കർമ്മയോഗത്തിന് രണ്ടായിട്ട് വിഭജിക്കാം മെയിനായിട്ട്. എന്താണ്? അല്ല, സകാമകർമ്മ, നിഷ്കാമകർമ്മ. അപ്പൊ സകാമകർമ്മ എന്ന് പറഞ്ഞാൽ നമ്മൾ ഭൗതിക തലത്തിലുള്ള ഇച്ഛകള് നമ്മൾ ആ ആഗ്രഹത്തോടുകൂടി നമ്മൾ ഭഗവാനെ സേവിക്കുക. അപ്പൊ ഞാൻ ഭഗവാന്റെ ക്ഷേത്രത്തിൽ പോകണു, ഭഗവാന് വഴിപാട് കഴിക്കുന്നു, ഭഗവാന് ഒരു ഉണ്ടിപ്പെട്ടിയിൽ പൈസ ഇടുന്നു, അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ എൻ്റെ ആഗ്രഹം എന്താണ്? എനിക്ക് നല്ലൊരു വീട് വേണം, നല്ല കുടുംബം വേണം, നല്ല ഫാമിലി, നമ്മളൊരു ജോലി വേണം, എനിക്ക് കാറ് വേണം, കോപ്പ് വേണം. ഇതാണ് സകാമകർമ്മം. അപ്പൊ അതിന്റെ റിസൾട്ടാണ് നമ്മൾ ഹയർ പ്ലാനറ്റ് ഇതിലേക്ക് പോകും, അവിടെ എൻജോയ് ചെയ്യാൻ പറ്റും. പക്ഷെ അതും നമ്മൾ സ്ലോലി നമ്മൾ ആത്മീയ തലത്തിൽ നമ്മൾ ഇമ്പ്രൂവ്മെന്റ് വരുന്നുണ്ട്. വളരെ സ്ലോ പേസ് ആയിരിക്കും, വളരെ സ്ലോ പേസിൽ. അങ്ങനെ ആഗ്രഹത്തോട് ചെയ്യുമ്പോഴും നമുക്ക് പുരോഗതിയുണ്ട്. ഒരിക്കലും കാരണം നമ്മൾ ഭഗവത് സേവനം ചെയ്യുന്നത് അത് ആഗ്രഹങ്ങൾ നമ്മൾ ഉണ്ടായിട്ടാണെങ്കിലും കൂടിയിട്ട്. പക്ഷെ അങ്ങനെ ചെയ്ത് നമുക്കൊരു ദിവസം തോന്നും, എന്തിനാണ് നമ്മൾ ചെയ്യേണ്ടത് ഇങ്ങനത്തെ, ഇതുകൊണ്ടും നമുക്ക് നമ്മുടെ പരമ ലക്ഷ്യത്തിൽ എത്താൻ പറ്റില്ല. അപ്പൊ നമുക്ക് തോന്നും നിഷ്കാമകർമ്മം ചെയ്യാൻ. അതായത് എനിക്കൊരാഗ്രഹവുമില്ല ഭൗതിക തലത്തിൽ. അപ്പൊ അതുകൊണ്ട് എൻ്റെ കർമ്മത്തിന്റെ ഫലമെല്ലാം ഞാൻ ഭഗവാൻ അർപ്പിക്കുന്നു. അപ്പൊ ഒരു സ്റ്റെപ്പ് കൂടി നിഷ്കാമകർമ്മയോഗം. ദാറ്റ് ഈസ് അഡ്വാൻസ് സ്റ്റേജ്.
പക്ഷെ അതുകൊണ്ട് നമുക്ക് എത്താൻ പറ്റുമോ? പറ്റില്ല. എന്തുകൊണ്ട് പറ്റില്ല? നിഷ്കാമ കർമ്മം കൊണ്ട് നമുക്ക് ഭഗവതാമിൽ എത്താൻ പറ്റില്ല. എന്താ കാരണം? ആ മാതാജി, ചെറിയൊരു അഹങ്കാരം അങ്ങനെ എന്തോ ഒരു സംഭവം നിൽക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ എന്തിനാണ് അഹങ്കാരം? നിഷ്കാമ കർമ്മം ചെയ്യുമ്പോൾ നമ്മൾ കർമ്മം മുഴുവൻ കൊടുക്കുകയാണ്. ഭക്തിയിൽ തന്നെ ആ അഹങ്കാരല്ല, എന്തോ ഒരു സംഭവം കിട്ടുന്നില്ലല്ലോ. ഭക്തി ഇല്ലാണ്ടായി കഴിഞ്ഞാൽ ഉണ്ടാവില്ല. ആ പ്രഭു, ഭക്തി ഭക്തി കൂടി വേണമല്ലോ. ഭക്തിയുണ്ട്, അല്ലെങ്കിൽ നമുക്ക് എത്തില്ല. യോഗല്ല. ഭക്തി ഇല്ലെങ്കിൽ അവിടെ യോഗല്ല. ഭക്തി ഉണ്ടാവും. സത്വഗുണത്തിൽ എത്തില്ല, അങ്ങനെ എന്തോ ആണ്. അതായത് നമ്മൾ ചെയ്യുന്ന സർവീസ് നമ്മളെ സെലക്ട് ചെയ്യുക, അങ്ങനെ എന്തോ സംഭവം പറഞ്ഞ. ശ്യാമള മാതാജി, എനിക്ക് കറക്റ്റ് ഞാൻ എപ്പോഴേക്കും ആരോ വന്നപ്പോ എന്റെ ആ ഒരു ഇത് പോയി. കോൺസെൻട്രേഷൻ പോയോ? അപ്പൊ നമ്മൾ ചെയ്യുന്ന കർമ്മത്തിന്റെ ഫലം നമ്മൾ ത്യജിക്കുന്നു. ഓക്കെ, നമ്മൾ ആഗ്രഹിക്കുന്നില്ല. ഫോർ എക്സാമ്പിൾ, ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ള എക്സാമ്പിളാണ്. നമ്മൾ അമ്പലത്തിൽ, ഇപ്പൊ പ്രഭുവൊക്കെ അമ്പലത്തിൽ സേവനം ചെയ്യാണ് അല്ലെ? സേവനം ചെയ്യുന്ന സമയത്ത് നമ്മളൊക്കെ ചെയ്യുന്നുണ്ട്, ചെറുതായിട്ടെങ്കിലും വലുതായിട്ടെങ്കിലും, എന്തായാലും നമ്മളെല്ലാവരും ചെറിയ ചെറിയ സേവനം ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ പോയിട്ട് ചെയ്യുന്നു, ഒരു സേവനം ചെയ്യുന്നു, എനിക്ക് യാതൊന്നും വേണ്ട, എനിക്ക് ഒരു പ്രതിഫലം വേണ്ട, ഞാൻ ഭഗവാൻ സേവ ചെയ്യാണ്, അതെനിക്ക് തൃപ്തി. പക്ഷേ എനിക്ക് ഇഷ്ടമുള്ള സേവ ചെയ്യുള്ളൂ. ഞാൻ എന്താ ചെയ്യുന്നത്? എനിക്ക് ഇഷ്ടമുള്ള. ഇപ്പൊ എന്നോട് ടെമ്പിൾ അതോറിറ്റി പറയാണ്, ഇന്നിപ്പോ അവിടെ ബാത്റൂം ക്ലീൻ ചെയ്യാൻ ആള് വന്നിട്ടില്ല, പ്രഭു ഒന്ന് പോയി ക്ലീൻ ചെയ്യോ? ഞാൻ എന്താ പറയാ, അയ്യോ പ്രഭു, അത് പറയാൻ അത്ര ബുദ്ധിമുട്ടാണ് കേട്ടോ, എനിക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോ എന്ത് ചെയ്യണമെന്ന് ഞാൻ ചെയ്യുന്നത്. അപ്പൊ അതിന് കംപ്ലീറ്റ് സബ്മിഷൻ അവിടെ ഇല്ല. എന്തും ഭഗവാന്റെ സേവ. ഇപ്പോൾ അടിച്ചോരി തുടയ്ക്കുന്നതും ഭഗവാന്റെ സേവയാണ്, ടോയ്ലറ്റ് ക്ലീൻ ചെയ്യുന്നതും ഭഗവാന്റെ സേവയാണ്, പ്രീച്ചിങ്ങും ഭഗവാന്റെ സേവയാണ്, ഭോഗ ഓഫർ ചെയ്യുന്നതും ഭഗവാന്റെ സേവയാണ്, ഡേറ്റി വേർഷിപ്പ് ഭഗവാന്റെ സേവയാണ്, മാല കെട്ടുന്നതും, ഇതെല്ലാം ഒരേപോലെ കാണണം. അപ്പൊ നമ്മളെന്താ ചൂസ് ചെയ്യാണ്? എനിക്ക് അത് വേണ്ട, എനിക്കിത് മതി, ഇത് കുറച്ച് ഹയർ ഗ്രേഡ്, ഇത് കുറച്ച് ലോവർ ഗ്രേഡ്. നമ്മുടെ മനസ്സ് പറയും, ഞാൻ ആൾക്കാരെന്ത് വിചാരിക്കും, ഞാൻ ഇത്രയും എന്താ പറയുക, എനിക്ക് സൊസൈറ്റിയിൽ ഞാൻ വലിയൊരു കമ്പനിയുടെ CEO ആണ്, ഞാൻ അവിടെ ചെന്നിട്ട് ബാത്റൂം കഴുകുമ്പോൾ ആൾക്കാർ കണ്ട എന്താ വിചാരിക്കും? അപ്പൊ നമ്മളുടെ മനസ്സ് അവിടെ ബ്ലോക്ക് ചെയ്യും, നമ്മൾ അത് ചെയ്യാൻ മടിക്കും. അപ്പൊ നമ്മൾ കർമ്മം കൊടുക്കുന്നില്ല, കർമ്മ ഫലേ കൊടുക്കുന്നുള്ളൂ. കർമ്മം നമ്മൾ ചൂസ് ചെയ്യും അല്ലേ? അപ്പൊ അവിടെ നമുക്കൊരു ലിമിറ്റേഷൻ വന്നു. ഭഗവാൻ എന്താ പറയുന്നത്? അർജുനൻ എന്താ ചെയ്ത്? തന്റെ ബുദ്ധിയും കൂടിയും അവിടെ സമർപ്പണം ചെയ്തു. കാർപ്പണ്യദോഷോ പാദ സ്വഭാവ, മൈസർലി വീക്ക്നെസ്. ഭഗവാൻ എന്ത് പറയുന്നതോ അതിൽ പിന്നെ വേറൊരു ചർച്ചയില്ല അർജുനന്. ആദ്യമൊക്കെ ഉണ്ടായിരുന്നു, പിന്നീട് മാറി. ഭഗവാൻ പറയാൻ ഇത് ചെയ്യാൻ പറഞ്ഞാൽ അത് ചെയ്യും. കരിഷ്യേ വചനം തവ. പിന്നെ എന്റെ ചെറിയ ബുദ്ധി ഞാൻ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഇപ്പൊ ഒരു അതോറിറ്റി പറയാണ്, ഒരു ആചാര്യം പറയാണ്, ഇത് ചെയ്യാൻ പറഞ്ഞാൽ നമുക്ക് ആ ഒരു റൈറ്റ് സമ്പ്രദായത്തിലുള്ള ഒരു ആചാര്യം പറയാണ്, ബോണഫൈഡ് ഗുരു ആണെങ്കിൽ, പിന്നെ അതാണ് പ്രഭുപാദ ഡിസൈപ്പിൾസിന്റെ, ഏർലി ഡിസൈപ്പിൾസിന്റെ ഒരു പ്രത്യേകത, സ്പെഷ്യാലിറ്റി. കാണിച്ചാൽ പ്രഭുപാദ പറയുന്നതിന്റെ അപ്പുറത്തൊരു വേദവാക്യം ഉണ്ടായിരുന്നില്ല അവർക്ക്. അതുകൊണ്ട് അവർക്ക് എല്ലാറ്റിലും അവർക്ക് ജയം കൈവരിക്കാൻ പറ്റി. കാണിച്ചാൽ അറിയാം, പ്രഭുപാദ അവരുടെ എന്താണോ നല്ലത് അതിനു വേണ്ടി മാത്രമേ പറയുള്ളൂ. കാണിച്ചാൽ ഈസ് എ പ്യൂർ ഡിവോട്ടി. അപ്പൊ നമ്മളിവിടെ നിഷ്കാമ കർമ്മയോഗം എന്ന് പറഞ്ഞാൽ കർമ്മത്തിന്റെ ഫലം നമ്മൾ കൊടുക്കുന്നു, പക്ഷെ കർമ്മം എന്റെ ഇഷ്ടാനുസരിച്ച് ചെയ്യുന്നത്. അതാണ് നിഷ്കാമ കർമ്മം കൊണ്ട് നമുക്ക് അവിടത്തില്ല. അപ്പൊ നമ്മൾ ഏകദേശം എത്തി. അവിടെ കർമ്മം കൂടി കംപ്ലീറ്റ് സമർപ്പണം ചെയ്യുമ്പോൾ അത് ഭക്തിയോഗമായിട്ട് മാറി. ഭക്തി എന്ന് പറഞ്ഞാൽ അവിടെ ഹയർ ലോവർ ഗ്രേഡ് ഇല്ല. ഭൗതിക തലത്തിന് ഹയർ ലോവർ ഗ്രേഡ് ഉണ്ട്. ഒരു CEO ഒരു പ്യൂണിന്റെ ജോലി ചെയ്യില്ല, ഒരു പ്യൂണിന് ഒരു CEOയുടെ ജോലി ചെയ്യാനും പറ്റില്ല. നേരെ മറിച്ച് ആധ്യാത്മിക തലത്തില് സേവനം എന്ന് പറഞ്ഞാൽ അത് നല്ലൊരു കാര്യമാണ്. ഭൗതിക തലത്തിലെ സെർവന്റ് എന്ന് പറഞ്ഞാൽ താഴ്ന്ന ലെവലാണ്. ഒരാൾക്ക് ജോലി കിട്ടിയ ഒരു കമ്പനിയിൽ, അപ്പൊ അദ്ദേഹത്തിന് ഈ ചെറിയ ജോലി എന്ന് പറയാൻ ഒരു മടി. സിറ്റിയിൽ പോയിട്ട് ജോലി കിട്ടി. അപ്പോൾ പറഞ്ഞു, ഞാൻ നല്ലൊരു വലിയ കമ്പനിയാണ് ജോലി ചെയ്യുന്ന, മൾട്ടിനാഷണൽ കമ്പനിയാണ്. അപ്പോൾ അവിടുത്തെ ഗ്രാമവാസികൾ ചോദിച്ചു, ഏത് കമ്പനിയാണ്?
അത് കമ്പനി, വലിയ കമ്പനി എന്താണ് മൈക്രോസോഫ്റ്റ്. ഇപ്പൊ സാധാരണ അങ്ങനത്തെ കമ്പനിയൊക്കെ ഗോദ്രേജ്, ഇപ്പൊ ഇന്ത്യൻ കമ്പനിയാണ് ഗോദ്രേജ്, കിർലോസ്കർ, ബിർള, ടാറ്റ, എല്ലാവർക്കും അറിയാം. നല്ല കമ്പനിയാണല്ലോ. ഇപ്പൊ ഇത് മൈക്രോസോഫ്റ്റ് ഇന്റർനാഷണൽ കമ്പനിയാണ്. മൈക്രോസോഫ്റ്റ് എല്ലാവർക്കും അറിയുകയും ചെയ്യാം. അപ്പോൾ മൈക്രോസോഫ്റ്റ്, അയ്യോ ഞാൻ ജോലി ചെയ്യുന്നതോ, ഈവൺ അവിടുത്തെ വലിയ വലിയ മാനേജിംഗ് ഡയറക്ടറും സിഇഒ ഒക്കെ എന്നോട് അനുവാദം ചോദിച്ചിട്ട് ഉള്ളിൽ പോവുള്ളൂ. അത്രയും പ്രധാനപ്പെട്ട റോളാണ് എനിക്ക്. അതെ, എന്താണ് സെക്യൂരിറ്റിയാണ്. സെക്യൂരിറ്റിയുടെ അത് കൂടാതെ ഉള്ളിൽ പോകാൻ പറ്റില്ല. അപ്പൊ അത് എല്ലാവർക്കും സേവകൻ എന്ന് പറഞ്ഞാൽ ആ പോർട്ട്ഫോളിയോ ഒരു താഴ്ന്ന ലെവലാണ്. എല്ലാവർക്കും ഹയർ ജോലി. നേരെ മറിച്ച് ആധ്യാത്മിക ലോകത്തിൽ എന്താണ്, സേവനം എന്നുള്ളത് ഏറ്റവും ഉയർന്നാണ്. ഭഗവാൻ എല്ലാവരെയും സേവിക്കുകയാണ് ചെയ്യുന്നത്. ഭഗവാൻ രാജസൂയ യജ്ഞത്തിൽ എന്ത് സേവനമാണ് ചെയ്തത്? എല്ലാവരുടെയും പാദരക്ഷ സൂക്ഷിക്കുക, അല്ലേ? നമ്മളാണെങ്കിൽ അയ്യോ നമ്മളിങ്ങനെ ചെയ്യുക. ഓഫ് കോഴ്സ് ഒരു ഡിവോട്ടി എന്ന നിലയ്ക്ക് ആ ഡിവോഷണൽ ഫീലുള്ള ആൾക്ക് അതിന് ബുദ്ധിമുട്ടുണ്ടായിരിക്കില്ല. അല്ലാത്ത ഒരു സാധാരണ വ്യക്തിയോട് പറഞ്ഞാൽ ഒരിക്കലും ചെയ്യില്ല. ഈ തലത്തിൽ ഇതിന്റെ ആ തത്വം മനസ്സിലാക്കിയ ആൾക്കാർ ചെയ്യും. അത് വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ. അതെല്ലാ ഗ്രൂപ്പിനോട്, ഈവൻ സർദാജിമാരൊക്കെ ഇല്ലേ, അവർക്ക് ഈ സേവ ചെയ്യാന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ്. പ്രസാദം, ചെരുപ്പ് ചോദിക്കുക, വലിയ വലിയ ആൾക്കാരൊക്കെ വന്ന് ചെയ്യുക. അപ്പൊ അതേപോലെ ഇപ്പൊ ഡിവോട്ടി എന്ന് പറഞ്ഞാൽ അവർക്ക് അറിയാം സേവനത്തിന്റെ, ആധ്യാത്മിക തലത്തിൽ ജീവിക്കുന്ന ആൾക്കാർക്ക് അറിയാം സേവനത്തിന്റെ വില. പക്ഷെ നേരെ മറിച്ച് ഭൗതിക തലത്തിൽ ജീവിക്കുന്ന ആൾക്കാർക്ക് സേവനം എന്താന്ന് പറഞ്ഞാൽ തുച്ഛമാണ്, അതൊരു ലോവർ ഗ്രേഡ് ആയിട്ടുള്ള ഒരു കാര്യമാണെന്ന് പറയും. പക്ഷെ ഇവിടെ ഭഗവാന്റെ കണ്ണില് എല്ലാം ഒരേപോലെയാണ്. അണ്ണാരക്കണ്ണനും തൻ്റെതായിട്ടുള്ള കാര്യം സേതുബന്ധനം ചെയ്തു കൊടുത്തു. ഹനുമാൻ കുറച്ചെടുത്തുണ്ടായിരുന്നു, ഈ അണ്ണാരക്കണ്ണൻ എന്തിനാണ് ഇടയിൽ കടന്ന് കളിക്കുന്നത്, എന്ത് ചെയ്യാൻ പറ്റും. പക്ഷേ ശ്രീരാമൻ എന്താ പറഞ്ഞത്? എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ലിമിറ്റേഷൻ്റെ അവരവരുടെ കപ്പാസിറ്റിയിൽ സേവനം ചെയ്യട്ടെ എന്നാണ് പറഞ്ഞത്. അപ്പൊ ഇവിടെ അതാണ് പറഞ്ഞത്, വാട്ട് ഈസ് കോൾഡ് റിനൗൺസിയേഷൻ യു ഷുഡ് നോ ടു ബി ദ സെയിം ആസ് യോഗ ഓർ ലിങ്കിങ് വൺസെൽഫ് വിത്ത് സുപ്രീം. ഇപ്പൊ റിനൗൺസിയേഷൻ എന്താണ്? തീർച്ചയായിട്ടും അത് യോഗ തന്നെയാണ്, നമ്മൾ ആ റൈറ്റ് പെർസ്പെക്റ്റീവിൽ കാണുമെങ്കിൽ. O son of Pandu, for one can never become a yogi unless he renounces the desire for sense gratification. Real sannyasa yoga or bhakti means that one should know his constitutional position as the living entity and accordingly. Prabhadara ഭാവാർത്ഥം മുഖ്യ പർപ്പോട്ട്, അതിനെ അതിലുള്ള ക്ലാരിറ്റി വേറെ ഒന്നിലും കിട്ടില്ല. കാരണം നമ്മൾ വെറും ട്രാൻസ്ലേഷൻ വായിച്ചാൽ നമുക്ക് ഒരു 10% കിട്ടുള്ളൂ. 90% കിടക്കുന്ന ഭഗവത ഭാവാർത്ഥത്തിലാണ്. നമുക്ക് ഡീറ്റെയിൽ കിട്ടണമെങ്കിൽ ഇപ്പം നമ്മൾ വെറുതെ ഓടി വായിച്ചാൽ പോരാ, അത് ശരിക്കും ഭാവാർത്ഥം നമ്മൾ വീണ്ടും വീണ്ടും വായിക്കണം. അപ്പോൾ ഓരോ പ്രാവശ്യം വായിക്കുമ്പോഴും നമുക്ക് കൂടുതൽ റിയലൈസേഷൻ കിട്ടും. നമ്മളെന്ത് ചെയ്യാറിയോ, ഭാവാർത്ഥം വലുതാണ്, അതുകൊണ്ട് നമ്മൾ സ്കിപ്പ് ചെയ്യും. ട്രാൻസ്ലേഷൻ യെസ്, ട്രാൻസ്ലേഷൻ ഇല്ലാന്നില്ല, പക്ഷെ അത് കോഡ് വേർഡ് പോലെയാണ്, സൂത്രങ്ങളെ പോലെയാണ്. ഇപ്പോൾ ഒരു സബ്ജക്റ്റ് തന്നിട്ട്, ഒരു ടോപ്പിക് തന്നിട്ട് അതിനെ വിശദീകരിക്കാന്ന് പറഞ്ഞാൽ ആ ഒരൊറ്റ ടോപ്പിക് 1 സെന്റൻസിന്റെ ടോപ്പിക് ആയിരിക്കും. കൗ, പശു, അതിനെ പറ്റി എഴുതുക, ഒരു പേജ് എസ്സേ എഴുതാ പറഞ്ഞാൽ എന്തെല്ലാം എഴുതാൻ പറ്റും. അതേപോലെ ഡിവോഷണൽ ആക്ടിവിറ്റി, ഡിവോഷണൽ സർവീസ്, എത്രയോ പേജസുകൾ എഴുതുക. അപ്പോൾ പ്രഭാതര പർപ്പോട്ടിൽ നിന്ന് നമുക്ക് 90% നമുക്ക് പ്രഭാത പർപ്പോട്ടിൽ നിന്ന് കിട്ടുക. ഇത് ഞാൻ എൻ്റെ അനുഭവമാണ് പറയുന്നത്. എല്ലാവർക്കും അത് തന്നെ ആയിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം അത്രയും ക്ലാരിറ്റിയോടുകൂടി പ്രഭാതം നമുക്ക് അതായത് ചെറിയ കുട്ടികൾക്ക് പ്രസാദം വായിൽ സ്പൂൺ കൊണ്ട് കൊടുക്കുന്നില്ലേ, അതേപോലെ നമുക്ക് പ്രഭാത പർപ്പോട്ടിൽ ഓരോ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നു. സോ Sannyasa yoga or bhakti means that one should know his constitutional position as the living. അപ്പൊ എന്താണ് നമ്മളെ പഠിപ്പിക്കുന്നത്? അതായത് റിനൗൺസിയേഷൻ അല്ലെങ്കിൽ സന്യാസ അല്ലെങ്കിൽ ഭക്തി, ഇതൊക്കെ സിനോണിംസ് ആണ്. എന്താണ് സിനോണിംസ് പറഞ്ഞ പര്യായങ്ങളാണ്. ഒന്നിന് ഒന്ന് കോംപ്ലിമെന്ററി ആണ്. സന്യാസ യോഗ എന്ന് പറഞ്ഞാൽ അൾട്ടിമേറ്റ്ലി അത് ഭക്തി തന്നെയാണ്. എല്ലാം നമ്മൾ തിരിച്ച് ഭഗവാന് സമർപ്പണം ചെയ്യുന്നത് ഭക്തി. അത് സന്യാസായാലും ശരി, കർമ്മ ആയാലും ശരി. കർമ്മം നമ്മൾ ഭഗവാന്റെ പ്രീതിക്ക് വേണ്ടി ചെയ്യുന്നത് അതും ഭക്തിയാണ്. അതുകൊണ്ടാണ് ഈ 5ാമത്തെ ചാപ്റ്ററിൽ, നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ അതിന്റെ ഹെഡിങ്, അതിന്റെ പേരെന്താണ്?
കർമ്മയോഗ ഇൻ കൃഷ്ണ കോൺഷ്യസ്നെസ് എന്ന് പറഞ്ഞത്. അത് തന്നെയാണ് ഭക്തിയോഗ അല്ലെങ്കിൽ ഭുക്തിയോഗ, വ്യത്യാസമില്ല. അപ്പൊ നമ്മൾ ഇത് മനസ്സിലാക്കുക എന്നാണ് മമൈ വാംശോ ജീവലോകെ ജീവഭൂത സനാതന. ഇതാണ് ഇത് പറയുന്നത്. വൺ ഷുഡ് നോ ഹിസ് കോൺഷ്യസ് പൊസിഷൻ ആസ് എ ലിവിങ് എനർജി. നമ്മൾ ഭഗവാന്റെ അംശമാണ്, നമ്മൾ ജീവാത്മാക്കളാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഭഗവാന്റെ അംശമായിട്ടുള്ള നമ്മൾ ആ കംപ്ലീറ്റ് ആയിട്ടുള്ള ഭഗവാനെ നമ്മൾ സേവിക്കണം. എപ്പോഴും നമ്മൾ പറയാറുണ്ട്, നമ്മളുടെ ശരീരത്തിലെ ഓരോ ലിംസും ഓരോ അംഗങ്ങളും ഈ പൂർണ്ണമായിട്ടുള്ള ശരീരത്തിനെ കോപ്പറേറ്റ് ചെയ്യണം, അല്ലേ? അതിനെ സെർവ് ചെയ്യണം. കൈയിന് ഒറ്റയ്ക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല ഞാൻ ഇൻഡിപെൻഡന്റ്ലി ഞാൻ എന്നെ സേവിക്കും. ഓ തല ഒരിക്കലും പറ്റില്ല, ഞാൻ ഇൻഡിപെൻഡന്റ്, എൻ്റെ തലഭാഗം മാത്രമേ ഞാൻ ടേക്ക് കെയർ ചെയ്യുള്ളൂ, കൈയിനും കാലിനും ഞാൻ പരിപാലിക്കില്ല എന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല. അതേപോലെ നമ്മളെല്ലാം ഭഗവാന്റെ അംശങ്ങളായതുകൊണ്ട് ഭഗവാനെ നമ്മൾ സേവിക്കേണ്ടതാണ് നമ്മുടെ കടമ. എങ്ങനെ കൈയും കാലും മറ്റുള്ള നമ്മുടെ അവയവങ്ങളും പൂർണ്ണമായിട്ടുള്ള ശരീരത്തിനെ സേവിക്കാൻ പ്രയത്നിക്കുന്നു, അതേപോലെ നമ്മളും ഭഗവാനെ സേവിക്കണം. സോ ദ ലിവിങ് എൻറ്റിറ്റി ഹാസ് നോ സെപ്പറേറ്റ് ഇൻഡിപെൻഡന്റ് ഐഡന്റിറ്റി. നമ്മൾ ഇൻഡിപെൻഡന്റ് അല്ല. ആരാണ് ഇൻഡിപെൻഡന്റ്? ഭഗവാൻ മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാവരും ഈവൻ ഭഗവാന്റെ എക്സ്പാൻഷൻസും കൂടിയും ഭഗവാനെ ഡിപ്പെൻഡന്റ് ആയി, അല്ലേ? ഭഗവാന്റെ ഫസ്റ്റ് എക്സ്പാൻഷൻ ആണ് ബലരാമൻ. പിന്നെ ബലരാമന് വീണ്ടും ചതുർവ്യൂഹ, നാരായണ ചതുർവ്യൂഹ, അങ്ങനെ പോകുന്നു. ഇവരെല്ലാം ഇൻഡിപെൻഡന്റ് അല്ല, ഇവരെല്ലാം ഭഗവാനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. സോ ദ ഓൺലി ഇൻഡിപെൻഡന്റ് പേഴ്സണാലിറ്റി ഈസ് ഭഗവാൻ. സോ ഹി ഈസ് ദ മാർജിനൽ എനർജി ഓഫ് ദ സുപ്രീം. ദ ലിവിങ് എനർജി ഹാസ് നോ സെപ്പറേറ്റ് ഇൻഡിപെൻഡൻസ് ഐഡന്റിറ്റി. അതായത് ഹി എന്ന് പറഞ്ഞാൽ ഇവിടെ ലിവിങ് എനർജി, ജീവാത്മാവ്, മാർജിനൽ എനർജി ഭഗവാന്റെ തഥാസ്ഥ ശക്തിയാണ്. When he is entrapped by material energy, he is conditioned. And when he is Krishna conscious or aware of the spiritual energy, then he is in his real and natural state of. നമ്മൾ ഈ ഭൗതിക ലോകത്തിൽ വന്ന് ഭൗതിക വസ്തുക്കളെ കൊണ്ടും ഭൗതിക ബന്ധങ്ങളെ കൊണ്ടും ആവരണപ്പെട്ട് ജീവിക്കുമ്പോൾ നമ്മളെ ബദ്ധാത്മാക്കളത് പറയുന്നു. നേരെ മറിച്ച് നമ്മൾ കൃഷ്ണാവബോധത്തിലാണെങ്കിൽ നമ്മളെ മുക്താത്മാക്കളത് പറയുന്നു. കൃഷ്ണാവബോധം, ശാരീരിക അവബോധം, രണ്ടവബോധം. ഇപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം പാർഷ്യലി കൃഷ്ണാവബോധം, പാർഷ്യലി ശാരീരിക അവബോധത്തിലാണ്. നമ്മൾ ശ്രമിക്കുന്നുണ്ട് കൃഷ്ണാവബോധത്തിലേക്ക് വരാൻ വേണ്ടിയിട്ട്, പക്ഷെ പൂർണ്ണമായിട്ടും നമ്മൾ ഇതേവരെ വിജയിച്ചിട്ടില്ല. അതുകൊണ്ടാണല്ലോ നമുക്ക് പല പല ലിമിറ്റേഷൻസും പല പല ആഗ്രഹങ്ങളും ഭൗതിക തലത്തിലും ഈഗോ ക്ലാഷസും ഒക്കെ വരുന്നത്. നമ്മളിപ്പോൾ ഡിവോട്ടീസ് ആണെങ്കിലും കൂടിയിട്ട് നമ്മൾ നടന്നു പോകുന്ന സമയത്ത് ഒരു ഡിവോട്ടി കാണുക, ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവില്ല. അപ്പോൾ നമ്മളോട് ഹരേ കൃഷ്ണ എന്ന് പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ കംപ്ലൈൻറ്റ് പറയും. ചിലപ്പോൾ ആ വ്യക്തി നമ്മളെ കണ്ടിട്ടുണ്ടാവില്ല. നമ്മൾ കണ്ടിട്ട് ഹരേ കൃഷ്ണ പറയാനില്ല, അവർ പറയട്ടെ ഞാനല്ലേ സീനിയർ എന്നാണ് ഈഗോ ക്ലാഷ്. ഞാൻ ജസ്റ്റ് ഒരു ഉദാഹരണം എന്ന് പറഞ്ഞു മാത്രം. നമ്മൾ ഈവൻ മെറ്റീരിയൽ വേൾഡും ഇല്ലേ, ഇപ്പോൾ നമ്മൾ ഒരാളുടെ വീട്ടിലേക്ക് എന്തെങ്കിലും ഒരു ഫങ്ഷൻ വിളിച്ചു, മക്കളുടെ ആരെങ്കിലും പിറന്നാളോ ആയിരിക്കും, വിളിച്ചു, വന്നില്ല, നമ്മൾ പോയില്ല. അതേസമയം നമ്മളുടെ മക്കളുടെ ഒരു ഫംഗ്ഷൻ അവരെ വിളിച്ചു, നമ്മുടെ കൂട്ടുകാരെ, അവരും ഇല്ല. എൻ്റെ ഫംഗ്ഷന് ഇവർ വന്നില്ല, ഞാൻ എന്തിനാ അവരുടെ ഫംഗ്ഷൻ പോണേ, അല്ലേ? ഒരു ഈഗോ ക്ലാഷ് അവിടെ വരും. അപ്പോൾ നമ്മൾ ഭക്തി പ്രാക്ടീസും കൂടി കംപ്ലീറ്റ് പൂർണ്ണമായിട്ടും നമുക്ക് ആ ഒരു പ്യൂരിഫിക്കേഷൻ നടന്നിട്ടില്ല. അപ്പോൾ പൂർണ്ണമായിട്ടും നമ്മൾ കൃഷ്ണാവബോധത്തിൽ വരുമ്പോൾ ഒരു കംപ്ലൈൻറ്റും നമുക്കുണ്ടാവില്ല, ഒരു കംപ്ലൈൻറ്റും ഉണ്ടാവില്ല. ഇപ്പോൾ നമ്മൾ പാർഷ്യലി പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, പാർഷ്യലി നമ്മൾ ഇപ്പോഴും ശാരീരിക അവബോധത്തിൽ ജീവിക്കുന്നുണ്ട്. നമുക്ക് ഈ ഈഗോ ചില കാര്യങ്ങൾ സമ്മതിക്കില്ല, അത് ചെയ്യരുത്, അത് പറയരുത്, എന്തിനാ അവൻ ചെയ്യട്ടെ അല്ലെങ്കിൽ അവൾ ചെയ്യട്ടെ, അങ്ങനെ ചെയ്യട്ടെ, ഇങ്ങനെ ചെയ്യട്ടെ, ഞാൻ എന്തിനാ അതൊക്കെ എടുക്കണം, അങ്ങനെ പല പല നമ്മുടെ മനസ്സിനെ നമ്മളെ തെറ്റായിട്ടുള്ള ഡയറക്ഷനിൽ കൊണ്ടുപോകും. അതാണ് ഇവിടെ പറയുന്നത്. Therefore, when one is in complete knowledge, one ceases all material sense gratification. അപ്പം നമ്മുടെ സെൻസസോ നമ്മുടെ മനസ്സോ നമ്മളെ അനാവശ്യമായിട്ട് നമ്മളെ ബോധറിയില്ല. കാരണം നമുക്കറിയാം ഇതെല്ലാം ഭൗതിക തലത്തിൽ മെറ്റീരിയൽ വേൾഡ് മായാശക്തിയുടെ കളിയാണ്. മായാശക്തിയുടെ മായാവലയത്തിൽ ഏർപ്പെട്ട് കിടക്കുന്ന ആൾക്കാരുടെ മനസ്സ് അങ്ങനെ പോവുള്ളൂ.
അത് മനസ്സിലാക്കാൻ പറ്റും. So, therefore, when one is in complete knowledge, one sees all material sense gratification or renounces all kinds of sense gratificatory activities. This is practiced by the yogis who restrain senses from material attachment. നമുക്കറിയാം, നേരത്തെ നമുക്കറിയാം ആ സ്റ്റോറി, അലക്സാണ്ടർ ദ ഗ്രേറ്റ് അറിയില്ലേ? സ്റ്റോറി അറിയില്ല എല്ലാവർക്കും. ഒരു യോഗിയെ വന്ന് കണ്ടതൊക്കെ. ആ യോഗി വരുന്ന തൻ്റെ ആങ്കർ, തൻ്റെ ദേഷ്യത്തിനെ കൺട്രോൾ ചെയ്യാനുള്ള ശക്തി ഉണ്ടായിരുന്നു, പവർ ഉണ്ടായിരുന്നു. നേരെ മറിച്ച് അലക്സാണ്ടറിന് ഉണ്ടായിരുന്നില്ല. അപ്പൊ അദ്ദേഹം വളരെ കോമ്പോസ്ഡ് ആയിരുന്നു, സംയമനം പാലിച്ചിരുന്നു. ഇദ്ദേഹത്തിന് ദേഷ്യം വന്നപ്പോഴും പറഞ്ഞു, അപ്പോൾ അദ്ദേഹത്തിനോട് അലക്സാണ്ടർ പറഞ്ഞ, നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം ദേഷ്യത്തിന്റെ അടിമയാണ് നിങ്ങൾ. എനിക്ക് ദേഷ്യത്തിന് ഈ ധ്യാന പ്രോസസ് കൊണ്ട് എനിക്ക് എൻ്റെ ദേഷ്യത്തിനെ എൻ്റെ വശത്താക്കാൻ പറ്റിയതുകൊണ്ട് എന്നെ അത് ബാധിക്കില്ല. നേരെ മറിച്ച് നിങ്ങൾ വലിയൊരാളാണ്, കോൺകററാണ്, ശക്തിമാനാണ് എന്നുള്ള ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് ദേഷ്യത്തിനെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് പറഞ്ഞ്, അതായത് നിങ്ങൾ അനുസരിച്ചില്ലെങ്കിൽ നിങ്ങളുടെ തല ഞാൻ ഛേദിക്കും. അപ്പൊ ദേഷ്യത്തിന്റെ അടിമയാണ് എന്ന് പറഞ്ഞു. നിങ്ങൾ എന്ത് കിങ് ആണ്, എന്ത് കൺട്രോളർ, എന്ത് കോൺകറാണ്. സ്വന്തം ദേഷ്യത്തിന് നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾ എന്ത് കൺട്രോളാണ്? ഈ ലോകത്തിന് നിങ്ങൾ എങ്ങനെ കൺട്രോൾ ചെയ്യും ആണ് അലക്സാണ്ടറിനോട് യോഗി വരും പറഞ്ഞത്. So this is practiced by the yogis who restrain the senses from material attachment. But a person in Krishna consciousness has no opportunity to engage the senses in anything which is not for the purpose of Krishna. കൃഷ്ണ അവബോധത്തിലുള്ള ഒരു വ്യക്തിക്ക് ഭഗവാന്റെ സേവനമല്ലാതെ, ഭഗവാന്റെ തൃപ്തിക്കുള്ള കാര്യങ്ങളല്ലാതെ വേറൊന്നും ഇല്ല. അത് നമ്മൾ വിചാരിക്കും. അതുകൊണ്ട് ചില ആൾക്കാർ വിചാരിക്കും ഇതെല്ലാം വിട്ടറിഞ്ഞ് നമ്മൾ പോകണമെന്ന്. ഇല്ല, ഒന്നുമില്ല. ചൈതന്യ മഹാപ്രഭു പറയുന്ന പോലെ നമ്മൾ ഏത് വർണ്ണത്തിലാണ്, ഏത് ആശ്രമത്തിലാണ്, ഏത് സ്ഥലത്താണ് നമ്മൾ ചെയ്യുന്നത്, അതേ കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ട് കൃഷ്ണാവബോധത്തിലെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. നമ്മൾ ഗൃഹസ്ഥാശ്രമത്തിലാണെങ്കിൽ ഗൃഹസ്ഥാശ്രമത്തിൽ നിന്നിട്ട് നമുക്ക് 100% കൃഷ്ണാവബോധത്തിൽ ജീവിക്കാൻ പറ്റും. അതിന് ഏറ്റവും വലിയ എക്സാമ്പിള് ആരാണ്? ഭക്തി വിനോദ് ഠാക്കൂർ. റീസെന്റ് ടൈമിൽ പ്രഭാതര പരംഗുരു, ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് ആയിരുന്നു. ഫാമിലി ഉണ്ട്, മക്കളുണ്ട്. ഇവരെല്ലാവരെയും പരിപാലിച്ചും കൊണ്ടും പൂർണ്ണമായിട്ടും കൃഷ്ണാവബോധത്തിൽ ജീവിച്ച ഒരു വ്യക്തിയാണ് ആര്? ഭക്തി വിനോദ് ഠാക്കൂർ. അതുപോലെ ഭക്തി സിദ്ധാന്ത സരസ്വതി ഗോസ്വാമി മഹാരാജ് സന്യാസ ആശ്രമത്തിലിരുന്നിട്ട് പൊതു തലത്തിലുള്ള എല്ലാ കാര്യങ്ങളും ചെയ്ത് കൃഷ്ണാവബോധത്തിൽ. ശ്രീല പ്രഭുപാദർ ആദ്യം ഗൃഹസ്ഥാശ്രമം, പിന്നീട് സന്യാസാശ്രമം. അപ്പൊ ഏത് ആശ്രമത്തിനും പൂർണ്ണമായിട്ടും പ്രഭുപാദർ കൃഷ്ണാവബോധ. പ്രഭുപാദ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഓർക്കുന്നിപ്പോഴും. അത് പർപ്പോട്ടിലുണ്ട് തോന്നും, അതോ ലെക്ചറിൽ ഓർമ്മയില്ല. ദർ ഈസ് നോട്ട് ഈവൺ എ സിംഗിൾ മിനിറ്റ് ഇൻ മൈ ലൈഫ് ദാറ്റ് ഐ ഹാവ് ഫോർഗോട്ടൺ കൃഷ്ണ എന്ന്. അതായത് എൻ്റെ ജീവിതത്തിൽ ഒരു നിമിഷം കൂടിയും കടന്നു പോയിട്ടില്ല ഞാൻ ഭഗവാനെ ഓർക്കാതിരിക്കുന്നത്. എപ്പോഴും ഭഗവാനെ ഓർക്കുന്നത്. അപ്പൊ ഇത്രയും ഒരു സ്ട്രോങ് സ്റ്റേറ്റ്മെന്റ് പറയണമെങ്കിൽ ഭഗവാന്റെ ആ ഒരു കൃപാകടാക്ഷം ഇല്ലാണ്ട് ഒരാൾക്കും പറയാൻ പറ്റില്ല. നമുക്ക് പറയാൻ പറ്റുമോ ഭഗവാനെ മറന്നിട്ടുള്ള ഒരു നിമിഷം കൂടി ഞാൻ ഈ ജീവിതത്തിൽ ഇല്ല പറയാൻ പറ്റുമോ? പറയാൻ പറ്റില്ല. അതാണ് ശുദ്ധ ഭക്തന്മാര്. അപ്പൊ അതുകൊണ്ട് ഭഗവാന്റെ കൃപാകടാക്ഷം അത് അപ്പൊ നമ്മൾ കാണുമ്പോൾ മെറ്റീരിയൽ ആക്ടിവിറ്റിയില് ഭക്തി വിനോദ് ഠാക്കൂർ ഒരു ഡിസ്ട്രിക്ട് കോർട്ട് ജഡ്ജാണ്. ഭൗതിക തലത്തിലുള്ള കേസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന, അതിനെ വിധി പ്രഖ്യാപിക്കുന്ന ഒരു ജഡ്ജാണ്. അങ്ങനത്തെ കാര്യങ്ങളിലും ഒഴുകിയിരിക്കുന്ന ആ ജഡ്ജും കൂടിയും പൂർണ്ണമായിട്ടും കൃഷ്ണാവബോധത്തിൽ ജീവിക്കണമെങ്കിൽ എങ്ങനെ? അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന്റെ ഒരു ഇത്രയും നല്ലൊരു ക്യാരക്ടർ കാരണമാണ് ബ്രിട്ടീഷേഴ്സ് അതായത് അദ്ദേഹം വിരമിക്കാൻ ശ്രമിച്ചാണ് അവിടുന്ന് ജോലിയിൽ നിന്ന്. വേണ്ട, ചെയ്യാൻ പാടില്ല. അപ്പൊ എന്താണ് നിങ്ങൾക്ക് ഡിമാൻഡ്, അത് ചെയ്തുതരാം. അപ്പൊ വന്നു പോകാനും ഒരുപാട് സമയമുണ്ട്. എനിക്ക് എൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ, ലിറ്ററേച്ചർ എഴുതാനും കാര്യങ്ങളൊക്കെ ഒരുപാട് സമയമുണ്ട്. അതിന് സമയം കിട്ടുന്നില്ല ഈ ജോലി കാരണം. അപ്പൊ നിങ്ങൾക്ക് കഴിയുന്നതും വളരെ കുറച്ച് സമയം ചെയ്താൽ മതി. പക്ഷെ നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് ഓഫീസിൽ വരാനുള്ള റെയിൽവേ അവിടെ മായപ്പൂരിൽ ഇപ്പൊ നമ്മൾ പോയി കാണാം. എവിടെയത് മോദ്രമദ്വീപ് അല്ലേ? അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് ഓഫീസിൽ പോകാനുള്ള റെയിൽവേ അവരുണ്ടാക്കി കൊടുത്തു. അപ്പൊ ആലോചിച്ചു പോകും എത്ര വലിയൊരു കോൺട്രിബ്യൂഷൻ ആയിരിക്കും അദ്ദേഹത്തിന്റെ കിട്ടിയിട്ടുണ്ടായിരിക്കുക ബ്രിട്ടീഷേഴ്സിന്. അല്ല, എവിടെയത് മോദ്രമദ്വീപ് അല്ലേ? ഓർമ്മയുണ്ട് ആർക്കെങ്കിലും? ഗോദ്രമദ്വീപ് അല്ലേ പ്രഭുജി? മോദ്രമദ്വീപ്. അതെ, എന്തായാലും മോദ്രമേ ഒന്നും കൂടി പോണം പ്രഭു, എന്നാലും അത് ക്ലിയർ ആവും.
എന്നിട്ട് ഞങ്ങൾക്ക് പ്രഭുജി പറഞ്ഞെന്താ മതി അവിടുത്തെ കഥകളൊക്കെ. അല്ല പറയും ഞാൻ. അപ്പൊ നമ്മളുടെ ഇപ്പൊ വളരെ റീസെന്റ് നമ്മുടെ കണ്ടംപററി ആയിട്ടുള്ള ആചാര്യന്മാര് ഇവിടെ നമ്മൾ കണ്ടുപഠിക്കണം, അത് കേട്ട് പഠിക്കണം. അപ്പൊ അതുകൊണ്ട് നമ്മളുടെ ആ ഒരു ഭാഗ്യം ഞാൻ ആലോചിച്ചു. പ്രഭുപാദരെ ആ ഒരു ലീനിയേജിൽ നമുക്ക് കണക്ഷൻ കിട്ടാനും പ്രഭുപാദരെ ഇവിടുന്ന് അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഒരു ഇൻസ്ട്രക്ഷൻ കിട്ടാനും പ്രഭുപാദരെ പർപ്പട്ട് കൂടി. അതുകൊണ്ട് തന്നെ പ്രഭുപാദ പറയുന്നത്, അതായത് മൈ ബുക്സ് വിൽ ബി ലോ ബുക്സ് ഫോർ ദ നെക്സ്റ്റ് 10,000 years. പ്രഭുപാദരുടെ ഡിസൈപ്പിൾസ് ചോദിച്ചു, പ്രഭുപാദരുടെ കാലശേഷം ഞങ്ങൾ ആരെയാണ് ഇതിന് സഹായത്തിന് അഭ്യർത്ഥിക്കുക, അല്ലെങ്കിൽ നമുക്ക് അഡ്വൈസിനോട്? എവറിത്തിങ് ഈസ് റിട്ടൺ ഇൻ മൈ ബുക്സ്. എൻ്റെ കാലശേഷം ഐ വിൽ ലിവ് ത്രൂ മൈ ബുക്സ് എന്നാ പറഞ്ഞത്. ഞാൻ എൻ്റെ പുസ്തകത്തിൽ ജീവിക്കും. അപ്പോൾ എല്ലാ എൻ്റെ ഇൻസ്ട്രക്ഷൻസും എനിക്ക് തരാനുള്ളത് മുഴുവൻ എൻ്റെ പുസ്തകത്തിൽ തന്നിട്ടുണ്ട്. അത് വായിച്ച് പഠിച്ച് നിങ്ങൾക്ക് സുഖമായിട്ട് ഒരാളുടെയും ഇതില്ലാണ്ട് ജീവിക്കാൻ പറ്റും. ഇൻസ്ട്രക്ഷൻ ഇസ് ഓൾറെഡി ദർ, ഓൺലി വി ഹാവ് ടു ഒബേ ബൈ ദാറ്റ്. നമ്മളത് അനുസരിക്കണം, അത്രേ ഉള്ളൂ. അപ്പോൾ അനദർ 10,000 years ദിസ് വിൽ ബി മൈ ലോ ബുക്സ് എന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും കഴിഞ്ഞ 10, 50, 60 വർഷമായിട്ട് നമുക്ക് അറിയാവുന്ന ഇസ്കോൺ 1966 ഇൻകോർപ്പറേറ്റ് ചെയ്തത്. ഇപ്പം എത്ര കൊല്ലായി? എത്ര കൊല്ലായി? കണക്കാർക്കും അറിയില്ലേ? 66 26, 34 60 വർഷം. 60 വർഷം അല്ലേ? 60 വർഷമായി. ഇപ്പോഴും സ്ട്രോങ് ആയിട്ട് പോകുന്നുണ്ട്. അത് ഒരു പർട്ടിക്കുലർ ആചാരനും കൂടിയില്ല. അതായത് സാധാരണ ഇത് പറഞ്ഞാൽ ഒരു ആചാരം കഴിഞ്ഞ ഒരു GBC ആണ് അല്ലെ? ഒരു പർട്ടിക്കുലർ ആചാരന് ഒരു GBC ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഇപ്പോഴും അത് വളരെ സ്ട്രോങ് ആയിട്ട് പോകുന്നു. അത് 10,000. വൈ 10,000 years? എന്താണ് ഈ 10,000 years പറയാനുള്ള കാരണം? ചൈതന്യ മഹാപ്രഭു പറഞ്ഞിട്ടുണ്ടല്ലോ 10 വർഷം മതി പറഞ്ഞ കാലഘട്ടം. 10,000 years, 10 അല്ല, 10,000. ചൈതന്യ മഹാപ്രഭുവിന്റെ അഡ്വന്റ്, അതായത് ചൈതന്യ മഹാപ്രഭുവിന്റെ ആവിർഭാവത്തിന് ശേഷം 10,000 വർഷം ഗോൾഡൻ ഇറയാണ്. അതിനുശേഷം കലികാലത്തിന്റെ തനി നിറം വരും. അപ്പൊ ഇപ്പോഴും ഉണ്ട്, പക്ഷെ ഈ സമയത്ത് നമുക്ക് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ് കൃഷ്ണാവബോധത്തിൽ എത്താനും തിരിച്ച് ഭഗവത് ധാമിൽ പോകാനുള്ള. അതുകൊണ്ട് 10,000 years ഗോൾഡൻ എറ എന്ന് പറയുന്നു. So if one is unable to give up the activities of his selfish nature, then jnana and yoga are of no avail. ജ്ഞാന യോഗയും അതേപോലെ ധ്യാന യോഗയും നമ്മുടെ ഇന്ദ്രിയ തൃപ്തിക്കാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ അപ്പൊ അതുകൊണ്ട് ഒരു കാര്യമില്ല. നേരെ മറിച്ച് ഭക്തിയാണ് പ്രാക്ടീസ് ചെയ്യുന്നതെങ്കിൽ അത് നമുക്ക് കൂടുതൽ ബെനിഫിറ്റും കിട്ടും. ജ്ഞാനമാർഗവും ധ്യാനമാർഗവും അത്ര ബെനിഫിറ്റ് തരില്ല. ഭക്തി നമ്മൾ പ്രാക്ടീസ് ചെയ്താൽ അത് നമ്മൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും നമ്മളുടെ പ്രോഗ്രസ് ഫാസ്റ്റർ ആയിരിക്കും ഭക്തി പ്രാക്ടീസ് ചെയ്യുമ്പോൾ. ദെൻ ജ്ഞാന ആൻഡ് യോഗ. ജ്ഞാനത്തിലും യോഗത്തിലും നമുക്ക് കുറച്ച് ഇത് കിട്ടുമായിരിക്കും. ഇവിടെ പ്രബോധ പറയുന്ന സെൽഫിഷായി നമ്മളുടെ ഇന്ദ്രിയ തൃപ്തിക്കാണെങ്കിൽ ജ്ഞാനിയും യോഗയും കൊണ്ട് ഒരു കാര്യമില്ല. നേരെ മറിച്ച് ഭഗവാനെ പ്രാപിക്കാനുള്ള ഉദ്ദേശത്തോടെ ജ്ഞാനമാർഗവും ധ്യാനമാർഗവും ഉപയോഗിക്കുകയാണെങ്കിൽ അത് ഓക്കെയാണ്. അല്ലാത്ത പക്ഷം ഒരു കല്ല്. നേരെ മറിച്ച് ഭക്തി നമ്മളുടെ സ്വന്തം ഇന്ദ്രിയ തൃപ്തിക്കാണെങ്കിലും കൂടിയിട്ട് എന്താണ് അതിന് കുറച്ചെങ്കിലും ബെനിഫിറ്റ് ഉണ്ടായിരിക്കും. ഫുൾ ബെനിഫിറ്റ് ഇല്ലെങ്കിലും. A Krishna conscious person has no desire for any kind of self enjoyment. He is always engaged for the enjoyment of the Supreme. ഭഗവാന്റെ തൃപ്തിക്ക് വേണ്ടിയിട്ടായിരിക്കും ഓരോ ഭക്തനും ആഗ്രഹിക്കുന്നത്. One who has no information of the Supreme must therefore be engaged in self-satisfaction, because no one can stand on the platform of inactivity. ഒരാളും ഒരു ആക്ടിവിറ്റിയും ചെയ്യാതെ ജീവിക്കാൻ പറ്റില്ല. അപ്പോൾ എന്തെങ്കിലും ഒന്നില്ലെങ്കിൽ നമ്മളുടെ ഇന്ദ്രിയ ഭോഗം അല്ലെങ്കിൽ ഭഗവാന്റെ തൃപ്തിക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും ആക്ടിവിറ്റി ചെയ്തേ പറ്റൂ. ഓൾ പർപ്പസസ് ആർ പെർഫെക്റ്റ്ലി സെർവ്ഡ് ബൈ ദ പ്രാക്ടീസ് ഓഫ് കൃഷ്ണ കോൺഷ്യസ്നസ്. അപ്പോൾ കൃഷ്ണാവബോധത്തിലുള്ള ഒരു ഭക്തന് കർമ്മയോഗമുണ്ട്, ജ്ഞാനയോഗമുണ്ട്, ധ്യാനയോഗമുണ്ട്, ഭക്തിയോഗമുണ്ട്. എല്ലാം പെർഫെക്റ്റ് സെർവ്ഡ് ബൈ പ്രാക്ടീസ് ഓഫ് കൃഷ്ണ കോൺഷ്യസ്. എല്ലാ ഉദ്ദേശങ്ങളും
കർമ്മയോഗത്തിൽ എന്താണ് കിട്ടുന്നത് അതും കിട്ടും, ജ്ഞാനയോഗത്തിൽ എന്താണ് കിട്ടുന്നത് അത് കിട്ടും, ധ്യാനയോഗത്തിൽ എന്താണ് ഭക്തിയോഗത്തിൽ, ഇതെല്ലാറ്റിൻ്റെയും കൂടി കൾമിനേഷനാണ് ഭക്തി എന്നാണ് പ്രഭുപാദ അവിടെ പർപ്പോട്ടിൽ പറയുന്നത്. ഹരേ കൃഷ്ണ. എന്തെങ്കിലും ചോദ്യങ്ങൾ? ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂറൊക്കെ നല്ല പ്രവർത്തനല്ലേ കാഴ്ചവെച്ചത് അല്ലേ പ്രഭു? അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻ നമുക്ക് ആലോചിക്കാനും കൂടി പറ്റില്ല. സർവഭൗമ പറഞ്ഞിട്ടൊരു പുസ്തകം ഭക്തി വികാസ് സ്വാമി മഹാരാജ് എഴുതിയിട്ടുണ്ട്. 3 വോള്യമാണ് അദ്ദേഹത്തിന്റെ ടീച്ചിങ്, പ്രിസെപ്റ്റ്സ് ആൻഡ് ടീച്ചിങ്സ്. അദ്ദേഹത്തിന്റെ ലൈഫ് ബയോഗ്രാഫിയും അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷനൊക്കെ പറ്റിയിട്ട് 3 വോള്യമാണ്. സിംഹ ഗുരു എന്നാ പറയുന്നത്. അൺഫോർച്ചുനേറ്റ്ലി അങ്ങനത്തെ നല്ല നല്ല ആചാര്യന്മാരൊന്നും ഇന്നത്തെ നമ്മുടെ പ്രസന്റ് ജനറേഷൻ ഓർക്കുന്നില്ല. ഗവൺമെന്റും അവരെ പറ്റിയിട്ട് പറഞ്ഞു കൊടുക്കുന്നില്ല. അപ്പൊ ഇങ്ങനത്തെ ആൾക്കാരെ പറ്റിയിട്ടാണ് പറഞ്ഞു കൊടുക്കേണ്ടത്. ആക്ച്വലി എത്രയോ നല്ല നല്ല ആചാര്യന്മാരുണ്ട്. പക്ഷെ അതിന് പകരം നമുക്ക് ഒരു പ്രാധാന്യമില്ലാത്ത ചില പേഴ്സണാലിറ്റീസ്, അതും ശരിക്കും ക്രൂരകൃത്യങ്ങൾ ചെയ്തിട്ടുള്ള പേഴ്സണാലിറ്റീസ് ആണ് നമ്മുടെ കരിക്കുലത്തിലൊക്കെ നമ്മുടെ സിലബസിൽ കൊണ്ടുപോയിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എത്രയോ നല്ല നല്ല ഭക്തന്മാരുണ്ട്, യോഗിവര്യന്മാരുണ്ട്. അതായത് നമ്മുടെ സമൂഹത്തിന്, നമ്മുടെ ഈവൻ ഭൗതിക തലത്തിൽ ഒരുപാട് കോൺട്രിബ്യൂഷൻ ചെയ്ത്, ഫോർഗെറ്റ് അബൌട്ട് ഡിവോഷൻ, ഭൗതിക തലത്തിൽ ഒരുപാട് നല്ല നല്ല കോൺട്രിബ്യൂഷൻ ചെയ്ത ആൾക്കാരുണ്ട്. അവരും കൂടി നമ്മൾ വിസ്മരിക്കുന്നു. ഇതാണ് പ്രസന്റ് വടികോൾ ഭരണം നമുക്ക് തരുന്നത്. നിർഭാഗ്യം. കലികാലത്തിന്റെ പ്രഭാവം നല്ലതാണെന്നും പറയാൻ പറ്റില്ല. അല്ല പ്രഭു, ആ ഒരു സിറ്റുവേഷനിലും ഭക്തി ഇങ്ങനെ പ്രചരണത്തിന്റെ ഇടയിലും ഭക്തിനെ മുറുകെ പിടിച്ചിട്ടുണ്ടായിരുന്നല്ലോ അതെ. തീർച്ചയായിട്ടും. അങ്ങനെന്തെങ്കിലും എല്ലാം ആർജിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പ്രവർത്തനം ഇല്ലാണ്ടാവണ ഒരു അവസ്ഥയല്ലേ നമ്മള്? പ്രവർത്തനം വെച്ചാൽ ഭൗതിക തലത്തിലുള്ള പ്രവർത്തനം ഇല്ല. ആധ്യാത്മിക തലത്തിൽ എപ്പോഴും ഭഗവാന്റെ സ്മരണ ഉണ്ടായിരിക്കും. ഭഗവാനാണ് ഞാൻ, ഇൻഡിപെൻഡന്റ് അല്ല, ഞാൻ ഡിപ്പെൻഡന്റ് ആണ്, ഭഗവാനാണ് എൻ്റെ ആശ്രയം എന്നുള്ള ഇത് എപ്പോഴും നമ്മുടെ തലയിൽ ഉണ്ടായിരിക്കണം. ഞാൻ ഇൻഡിപെൻഡന്റ് ആയി വിളിച്ചാൽ എനിക്കിനി ആരോടും അക്കൗണ്ടബിലിറ്റി ഇല്ല, റെസ്പോൺസിബിലിറ്റി ഇല്ല. ഞാൻ ഇൻഡിപെൻഡന്റ് ആണ്, സ്വതന്ത്രനാണെന്ന് വിചാരിച്ച് പോയി, അപ്പൊ വീണു എപ്പോഴും. അതുകൊണ്ടാണ് നമ്മള് ആശ്രയം എന്ന് പറഞ്ഞാൽ ഷെൽട്ടറിന് ഏതൊരു ഇതിലും ആശ്രയം ഉണ്ടായിരിക്കും ഭഗവാൻ, അല്ലെങ്കിൽ ഭഗവാന്റെ ശുദ്ധ ഭക്തന്മാര്. തീർച്ചയായിട്ടും അവരുടെ ആശ്രയം ഇല്ലാണ്ട് നമുക്ക് ഏത് കനിഷ്ഠ, മധ്യമ, ഉത്തമ ഏത് തലത്തിലായാലും അവർക്ക് അസോസിയേഷൻ ഉണ്ടായിരിക്കും, ആശ്രയം ഉണ്ടായിരിക്കും. ആശ്രയം എന്ന് പറഞ്ഞാൽ അത് ഭഗവാൻ തന്നെയാണ്, അല്ലെങ്കിൽ ഭഗവാന്റെ ശുദ്ധ ഭക്തന്മാര്. ഒരിക്കലും ഞാൻ ഇൻഡിപെൻഡന്റ് ആയി എനിക്ക് ഇനി ഒരാളുടെ ആവശ്യമില്ല എന്ന് നമ്മൾ വിചാരിച്ചു, അപ്പൊ നമ്മളുടെ പതനം സംഭവിച്ചു എന്ന് അറിയും. ഓക്കെ, സോ ടെക്സ്റ്റ് 3 ഒന്നുകൂടി എടുത്തൂടെ? ഒരു ടെക്സ്റ്റ് കൂടി. ആരുരുക്ഷോർമുനേർയോഗം കർമ്മകാരണമുച്യതേ യോഗാരൂഢസ്യ തസ്സൈവ സമാകാരണമുച്യതേ. ആരുരുക്ഷോർമുനേർയോഗം കർമ്മകാരണമുച്യതേ യോഗാരൂഢസ്യ തസ്സൈവ സമാകാരണമുച്യതേ. പ്രഭു. മ്യൂട്ടാന്ന് തോന്നുന്നു, കേൾക്കുന്നില്ല. ഹരേ കൃഷ്ണ. സോറി. ഹരേ കൃഷ്ണ. ആരുഷ്ടോർമുനിർ യോഗം കർമ്മകാരണമുച്യതേ യോഗാരൂഢസ്യ തസ്സൈവ സമകാരണമുച്യതേ. ഹരിബോൾ. ശ്യാമള മാതാജി. ശ്രീകൃഷ്ണ. നമോ ഭഗവതേ വാസുദേവായ. ആരുരുഷോർമുനേർ യോഗം കർമ്മകാരണമുച്യതേ യോഗാരൂഢസ്യ തസ്സൈവ ശമാകാരണമുച്യതേ. ഹരേ കൃഷ്ണ. മംഗളമാതാജി. ഹരേ കൃഷ്ണ. പൃഥ്വി പ്രണാം. കേൾക്കുന്നുണ്ടോ ചേച്ചി? കേൾക്കുന്നുണ്ട്. ഓം നമോ ഭഗവതേ വാസുദേവായ.
ആരുരുക്ഷോർമുനിർയോഗം കർമ്മകാരണമുച്യത്തെ യോഗാരൂഢസ്യ തസ്സൈവ ശമകാരണമുച്യത്തെ. ഹരേ കൃഷ്ണ. ഹരിബോൾ. സ്മിത മാതാജി. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതി വാസുദേവായ. ആരുരുക്ഷോർമുനിർയോഗം കർമ്മകാരണമുച്യത്തെ യോഗാരൂഢസ്യ തസ്യൈവ ശമകാരണമുച്യത്തെ. വിവർത്തനം വായിക്കട്ടെ. അയച്ചോർമ്മ. അഷ്ടാംഗ യോഗ പദ്ധതിയിൽ പ്രാരംഭകനായ സാധകന് കർമ്മമത്രേ മാർഗം. യോഗസിദ്ധിയാൽ ഉയർന്നവനാകട്ടെ എല്ലാ ഭൗതിക പ്രവർത്തനങ്ങളുടെയും നിരോധനമാണ് ഉപായം. ഹരേ കൃഷ്ണ. ഹരിബോൾ. For one who is a neophyte in the eightfold yoga system, work is said to be the means. And for one who is already elevated in yoga, cessation of all material activities is said to be the means. അപ്പോൾ ഒരു തുടക്കക്കാരന്, അഷ്ടാംഗ യോഗത്തിന്റെ തുടക്കക്കാരന് എന്താണ്? വർക്ക് ഈസ് സെഡ് ടു ബി ദ മീൻസ്. നമ്മുടെ പ്രിസ്ക്രൈബ് ഡ്യൂട്ടി ചെയ്യണം, അബ്രപ്റ്റ്ലി നിർത്താൻ പാടില്ല. തുടക്കക്കാരന് പതുക്കെ 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 പോയി നമ്മൾ ആ ഒരു ടോപ്പ് റങ് ഓഫ് ദ ലാഡറിൽ എത്തുമ്പോൾ, ഏറ്റവും ഉയർന്ന എത്തുമ്പോൾ, അഡ്വാൻസ് സ്റ്റേജിൽ എത്തുമ്പോൾ ദെൻ എന്താണ്? സെസേഷൻ ഓഫ് ഓൾ മെറ്റീരിയൽ ആക്ടിവിറ്റീസ് സെറ്റ് ടു ബി ദ മീൻ. അതായത് ഈ മെറ്റീരിയൽ ആക്ടിവിറ്റീസ് നിർത്തണം എന്നാണ് പറയുന്നത്. ആൻഡ് ഫോർ വൺ ഹു ഇസ് ഓൾറെഡി എലിവേറ്റഡ് ഇൻ യോഗ, അഡ്വാൻസ് ആയിട്ടുള്ള ഒരു യോഗ അഭ്യാസിക്ക്, യോഗ പ്രാക്ടീഷണറിന് ഭൗതിക തലത്തിൽ നിന്ന് എല്ലാ കാര്യങ്ങളിലും വിരമിക്കണം, വിട്ടു നിൽക്കണം. തുടക്കക്കാരന് അത് ചെയ്യണം. തുടക്കക്കാരൻ എല്ലാം നിർത്തിയാൽ എന്തായി? പ്രശ്നം എന്താണ്? നമ്മൾ എല്ലാം വിട്ടിട്ട് സന്യാസിക്കാൻ പോവാണ്. വീട്ടിലെ പ്രശ്നം കാരണം വീടിന്റെ പടിക്കലെത്തില്ല, അതിന് മുമ്പ് തിരിച്ചു വരും. കാരണം നമ്മൾ ആ പെർഫെക്ഷൻ സ്റ്റേജിൽ എത്തിയിട്ടില്ല. നമ്മുടെ മനസ്സ് ചഞ്ചലമാണ്. വീട്ടിലെ ചില പ്രശ്നങ്ങൾ കാരണം ഞാൻ ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല, ഞാൻ സന്യാസം എടുക്കാൻ പോവാണ്, അങ്ങനെയൊക്കെ ചില തീരുമാനങ്ങൾ എടുക്കും ഇല്ലേ? നമ്മൾ ഏതൊരു പിക്ചർ കണ്ടില്ലേ ശ്രീനിവാസന്റെ, എന്താ ചിന്താവിഷ്ടയായ ശ്യാമള അല്ലേ? അങ്ങനെ നമ്മള് ഇമ്മെച്യൂർഡായിട്ട് നമ്മള് ഇതിവിടെ അഷ്ടാംഗ യോഗ പദ്ധതി എന്ന് പറയുന്ന പോലെ തന്നെ ഭക്തിയിലും അങ്ങനെ. ഭക്തിയിൽ ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഭക്തിയിൽ അങ്ങനെ ചെയ്താലും കൂടിയിട്ട് നമുക്ക് നഷ്ടമില്ലല്ലോ. അഷ്ടാംഗ യോഗം ചെയ്തിട്ട് നമ്മൾ പകുതി നിർത്തി നഷ്ടമാണത്. ജ്ഞാനയോഗം ചെയ്താലും നമുക്ക് നഷ്ടമാണ്. ഇവിടെ ഭക്തിയിലും നമുക്ക് നഷ്ടമില്ല. അതാണ് വ്യത്യാസം. ഭക്തി പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് നഷ്ടം വരുന്നില്ല. അവിടെ എപ്പോഴും ഇപ്പൊ അഷ്ടാംഗ യോഗം നമ്മളിപ്പോ, ഞാൻ ഫോർ എക്സാമ്പിൾ ഈ ജന്മത്തിൽ ഞാൻ ചെയ്തു, ഓക്കെ, 6 മാസം കാട്ടിൽ പോയിട്ട് കഠിന തപസ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും എൻ്റെ മനസ്സ് മാറി തിരിച്ചു വന്നാൽ എനിക്ക് അടുത്ത ജന്മത്തില് 6 മാസം 7-ാം മാസം മുതൽക്ക് തുടങ്ങിയാൽ മതിയോ അഷ്ടാംഗയോഗം? അല്ല, ആദ്യം മുതൽ തുടങ്ങണം. അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ ഭൗതിക തലത്തിന് എനിക്ക് PhD ഡിഗ്രി കിട്ടി. ഈ PhD ഡിഗ്രി ഞാൻ എടുത്തുകൊണ്ട് അടുത്ത ജന്മം ഞാൻ മനുഷ്യനായി ജനിച്ചു, ഞാൻ കഴിഞ്ഞ ജന്മത്തിൽ PhD ഡിഗ്രി എടുത്തുകൊണ്ട് എനിക്ക് പഠിക്കേണ്ടെന്ന് പറയാൻ പറ്റുമോ? എനിക്ക് ആദ്യം ABC മുതൽക്ക് തുടങ്ങണ്ടേ? അല്ല, ചോദ്യം നമ്മൾ ഭക്തി ചെയ്യുമ്പോഴും നമ്മുടെ സാമാന്യ കർമ്മങ്ങൾ ചെയ്തിട്ട് വേണ്ടേ ഭക്തി ചെയ്യാൻ? അത് ഓരോരുത്തരുടെ ലെവൽ ഓഫ് കോൺഷ്യസ്നെസ് അറിയാം. അത് നിർബന്ധമില്ല. നമുക്ക് ആ തലത്തിൽ മെച്യൂരിറ്റി എത്തിയിട്ടുണ്ടെങ്കിൽ എല്ലാം വിട്ടിട്ട് നമുക്ക് ഭക്തി മാർഗത്തിൽ പോവാം. പക്ഷെ നമുക്ക് അതിനുള്ള മെച്യൂരിറ്റി ഇല്ലെങ്കിൽ, അതിന്റെ പക്വത ഒന്നുമില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ പ്രിസ്ക്രൈബ് ഡ്യൂട്ടി ചെയ്തിട്ടേ ചെയ്യാൻ പാടും. ഇല്ലെങ്കിൽ അത് അപകടമാണ്. ആ പക്വത വരാതെ നമ്മളൊരു കാര്യത്തിന് ഇറങ്ങിത്തിരിക്കാൻ പാടില്ല. ഫുള്ളായിട്ട് പൂർണ്ണമായിട്ടും. അതേ തന്നെയല്ലേ ഇവിടെ പ്രാരംഭകനായിട്ടുള്ള സാധനം തന്നെയല്ലേ? അതുകൊണ്ട് തന്നെ പറയുന്നത് പ്രാരംഭനായിട്ടുള്ള ഒരാൾക്ക് എന്താണ് വർക്ക് ഈസ് സെഡ് ടു ബി ദ മീൻസ്. നമ്മൾ കാര്യങ്ങൾ ചെയ്തേ പറ്റൂ, അവിടെ ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. പക്ഷെ അഡ്വാൻസ് സ്റ്റേജിലായാൽ അവരെ നേരെ വിപരീതമാണ്. ആ വർക്ക് അവിടെ നിർത്തണം, പിന്നെ അതിൽ നമ്മൾ ഇൻവോൾവ് ചെയ്യാൻ പാടില്ല. Okay, so the process of linking oneself with the Supreme is called yoga. It may be compared to a ladder for attaining the topmost spiritual desire. അവ നമ്മുടെ ലാഡറിന് ഒരു കോണിപ്പടി, ആ കോണിയിൽ പല പല സ്റ്റെപ്സും ഉണ്ട്. അപ്പൊ നമ്മൾ ഏറ്റവും ടോപ്പിലത്തെ സ്റ്റെപ്പിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മെറ്റീരിയൽ ആക്ടിവിറ്റി ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. നമ്മൾ ബിഗിനിങ് സ്റ്റേജിലാണ്, നമ്മൾ ആ പക്വത എത്തിയിട്ടില്ല, നമുക്ക്
ആ ഒരു മെച്യൂരിറ്റി എത്തിയില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഇത് ചെയ്തോടുകൂടി പതുക്കെ പതുക്കെ പ്രോഗ്രസ് ചെയ്തിട്ട് ഇത് ഡിറ്റാച്ച് ചെയ്ത് വരണം. അതാണ് പറയുന്നത്. സോ ദ ladder begins from the lowest material condition of living ready and rises up to the perfect realization, pure spiritual life. അവർ കോണിയില് ഞാൻ പറഞ്ഞാൽ 10 സ്റ്റെപ്പ് ഉണ്ടെങ്കിൽ ആദ്യം എവിടുന്ന തുടങ്ങേണ്ടത്? ആദ്യത്തെ സ്റ്റെപ്പ്, പിന്നെ രണ്ടാമത്തെ, അങ്ങനെയാണ് പടിപടിയായിട്ട് കയറി വരണം. According to various elevations, different parts of the ladder are known by different names. But all in all, the complete ladder is called yoga and may be divided into the parts, namely Jnana Yoga, Dhyana and Bhakti Yoga. അപ്പോൾ അങ്ങനെ നമ്മളുടെ ഒരു ബ്രോഡ് കാറ്റഗറിയിൽ നമ്മളെ മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് ഇതിനെ 3 പാർട്ടായിട്ട് തരംതിരിക്കുകയാണ്. അത് ഒന്ന് ജ്ഞാനയോഗ, ധ്യാനയോഗ ആൻഡ് ഭക്തി യോഗ. ജ്ഞാനയോഗ നമുക്ക് എന്തറിയാം? സ്പെക്കുലേഷൻ, ഡ്രൈ സ്പെക്കുലേഷൻ. ധ്യാനയോഗ അഷ്ടാംഗയോഗ, ഭക്തിയോഗ ഭക്തിയുത സേവനം. The beginning of the ladder is called Yoga Rurukshu stage and the highest rung is called Yoga Ruda. അപ്പോൾ ഇതിന്റെ ബിഗിനിങ് ആദ്യത്തെ സ്റ്റെപ്പിനെ എന്ത് പറയുന്നു സാൻസ്ക്രിറ്റില്? യോഗ രുരുക്ഷു. ആൻഡ് ടോപ്പ് മോസ്റ്റ് റങ് ആ സ്റ്റെപ്പിനെ യോഗ രൂഢ. ആരൂഢ നമ്മൾ കയറി കഴിഞ്ഞു, മുകളിലേക്ക് കയറി കഴിഞ്ഞു. യോഗ സ്റ്റെപ്പില്, യോഗ പ്രോസസ്സിൽ നമ്മൾ ആരൂഢനായി. So concerning the eightfold yoga system, attempts in the beginning to enter into meditation through regulatory principles of life and practice of different sitting positions, which are more or less bodily exercise, are considered fruitive and material activities. Well, the first steps എന്താണ്? യമനിയമങ്ങൾ പാലിക്കുന്നതും സിറ്റിംഗ് പോസ്റ്റേഴ്സും ഇതെല്ലാം മോർ ഓർ ലെസ് ബോഡിലി എക്സസൈസ് ആയിട്ടാണ് കാണുന്നത്. അതെല്ലാം എന്താണ്? ആർ കൺസിഡർഡ് ഫ്രൂട്ടീവ് മെറ്റീരിയൽ ആക്ടിവിറ്റീസ്. നമ്മളുടെ എന്തെങ്കിലും ഭൗതിക തലത്തിലുള്ള ആഗ്രഹങ്ങൾ മനസ്സിൽ വെച്ചാണ് അത് ചെയ്യുന്നത്. All such activities lead to achieving perfect mental equilibrium to control this. ഇതെല്ലാം എന്തിനു വേണം? ആവശ്യമാണ്. നമ്മളുടെ ഇന്ദ്രിയങ്ങളെ കൺട്രോൾ ചെയ്യാൻ ആവശ്യമാണ്. അതായത് യമനിയമങ്ങളും ആസനവും പ്രാണായാമവും ഒക്കെ. അപ്പൊ ഇതില്ലാണ്ട് നമുക്ക് പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ആക്ടിവിറ്റീസ് നമുക്ക് ഒരിക്കലും നിർത്താൻ പറ്റില്ല. അപ്പൊ ഈ ആക്ടിവിറ്റീസ് വേണം. അതാണ് പറയുന്നത് ഫോർ നിയോഫൈറ്റ് ഇതൊന്നും ചെയ്യാണ്ട് നമുക്കൊരു യോഗിയാവാൻ പറ്റില്ല. All such activities lead to achieving perfect mental equilibrium to control senses. അപ്പൊ ഈ ആക്ടിവിറ്റീസിലൂടെ നമുക്കൊരു മെന്റൽ ഈക്വിലിബ്രിയം കിട്ടും. അതായത് ഇന്ദ്രിയങ്ങളെ നമുക്ക് അതിൻ്റെതായിട്ടുള്ള തലത്തിൽ കൺട്രോൾ ചെയ്തിട്ട് നമുക്ക് ആ ഒരു ധ്യാനത്തിൽ ഫോക്കസ് ചെയ്യാൻ പറ്റുള്ളൂ. When one is accomplished in the practice of meditation, he ceases all disturbing mental activities. അങ്ങനെ നമ്മൾ ആ ഒരു മെഡിറ്റേഷൻ തലത്തിലേക്ക് സ്ഥിതി ചെയ്യപ്പെടുകയാണെങ്കിൽ നമ്മുടെ മനസ്സിനെ ഡിസ്റ്റർബ് ചെയ്യുന്ന, അജിറ്റേറ്റ് ചെയ്യുന്ന എല്ലാ മെന്റൽ ആക്ടിവിറ്റീസും ബാക്ക് സീറ്റ് എടുക്കും, ഇല്ലാതെ. A Krishna conscious person, however, is situated from the beginning on the platform of meditation because he always thinks of Krishna. കൃഷ്ണാബോധത്തിലുള്ള ആൾക്കാരൊക്കെ എന്താണ്? എപ്പോഴും ഫ്രം ആദ്യം മുതൽക്ക് ഒരു ധ്യാനാവസ്ഥയിലായിരിക്കും. കാരണം എപ്പോഴും ഭഗവാൻ കൃഷ്ണനെ, ഏതൊരു കാര്യം ചെയ്യുമ്പോഴും കൃഷ്ണനെ സ്മരിച്ച് കൃഷ്ണന്റെ പ്രീതിക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നൊരു വ്യക്തിയായിരിക്കും. സ്മർത്തവ്യം സതതം വിഷ്ണു വിസ്മർത്തവ്യം ന ജാതുജിത്, അല്ലേ? എപ്പോഴും ആൾവേസ് റിമെമ്പർ കൃഷ്ണ, നെവർ ഫോർഗെറ്റ് കൃഷ്ണ. അതാണ് ഒരു കൃഷ്ണാവബത്തിലുള്ള. നമ്മൾ ഭൗതിക തലത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ ശരി. ഇപ്പോൾ നമ്മൾ എപ്പോഴും പറയുന്ന ഒരു ഉദാഹരണം അർജുനനും ദുര്യോധനും. അർജുനൻ നമുക്ക് ഇപ്പൊ പുറമെ കാണുന്നൊരു വ്യക്തി അർജുനെ, അതായത് ഇതിനെപ്പറ്റി അറിയാത്തൊരു വ്യക്തി പറയാണ് അർജുനൻ യുദ്ധം ചെയ്യുന്നു, അമ്പും വില്ലെടുത്തിട്ട് യുദ്ധം ചെയ്യുന്ന ആൾക്കാരെ കൊല്ലുന്നു, ദുര്യോധന അന്നെ ചെയ്യുന്നത്. എന്താണ് രണ്ടും നമ്മൾ വ്യത്യാസം? രണ്ടുപേരും ഒരേ ആക്ടിവിറ്റി അല്ലേ, രണ്ടുപേരും ആറ്റിറ്റ്യൂഡ് വ്യത്യാസമുണ്ട്, രണ്ടുപേരും ചെയ്യുന്ന അതിൻ്റെ ഉദ്ദേശശുദ്ധി വ്യത്യാസമുണ്ട്. ആക്ടിവിറ്റി ഒന്നാണെങ്കിലും. അതാണ് ഇവിടെ പറയുന്നത് കൃഷ്ണ കോൺഷ്യസ് പേഴ്സൺ ഫ്രം ദ ബിഗിനിങ് ഹി ഈസ് ഓൺ ദ പ്ലാറ്റ്ഫോം ഓഫ് മെഡിറ്റേഷൻ. കാരണം ഭഗവാനെ എപ്പോഴും ഓർക്കുന്നു. അർജുനൻ എപ്പോഴും ഭഗവാന്റെ ഇച്ഛാനുസരണം ഭഗവാന്റെ പ്രീതിക്ക് വേണ്ടി ചെയ്യുന്നു, സ്വന്തം ഇന്ദ്രിയതൃപ്തിയല്ല. തസ്മാത് സർവേഷു കാലേഷു മാം അനുസ്മരൻ യുദ്ധ്യച എന്നാണ് പറയുന്നത് ഭഗവാൻ. അതുകൊണ്ട് ഏത് കാലത്തും ഏത് സമയത്തും എന്നെ അനുസ്മരിച്ച് യുദ്ധം ചെയ്യാനാണ് പറയുന്നത്.
യുദ്ധം ഒരു മെറ്റീരിയൽ ആക്ടിവിറ്റിയാണ് അവിടെ. പക്ഷെ അത് അർജുനെ സംബന്ധിച്ചോളം അതൊരു ഡിവോഷണൽ ആക്ടിവിറ്റി ആയി മാറി. നേരെ മറിച്ച് ദുര്യോധനെ സംബന്ധിച്ചോളം ആ യുദ്ധം ഒരു മെറ്റീരിയൽ ആക്ടിവിറ്റിയാണ്. കാരണം അത് ദുര്യോധനന്റെ ഇന്ദ്രിയ തൃപ്തിക്ക് വേണ്ടി ചെയ്യുന്നു. ഒരേ ആക്ടിവിറ്റി രണ്ട് ഡിഫറെന്റ് ആറ്റിറ്റ്യൂഡോട് ചെയ്യുമ്പോൾ രണ്ട് ഡിഫറെന്റ് റിസൾട്ടാണ് കിട്ടുന്നത്. ഇപ്പൊ പുറമേ നിൽക്കുന്ന വീക്ഷിക്കുന്ന ഒരാൾക്ക്, ഈ തത്വങ്ങൾ അറിയാത്ത ഒരാൾക്ക് രണ്ടുപേരും തമ്മിൽ യാതൊരു വ്യത്യാസം കാണുന്നില്ല. നമ്മൾ പറയുന്ന പോലെ രണ്ടുപേര് ബിൽഡിംഗ് കൺസ്ട്രക്ഷനിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. ഒരാളോട് ചോദിക്കൂ, ഒരാൾ അത് മേസൺ പണിയാണ് ചെയ്യുന്നത്, കല്ലിന്റെ പണിയാണ് ചെയ്യുന്നത്. അപ്പൊ ഒരാളോട് ചോദിച്ചു, എന്താണ് നിങ്ങൾ? ഞാൻ എൻ്റെ ദൈനംദിന ജീവിതത്തിന് വേണ്ടിയിട്ട്, പൈസയ്ക്ക് വേണ്ടിയിട്ട് ഒരു ബിൽഡിംഗ് ഉണ്ടാക്കുകയാണെന്ന് പറഞ്ഞു. മറ്റൊരാളോട് ചോദിച്ചു, ഞാൻ രാം മന്ദിർ ഉണ്ടാക്കാൻ സഹായിക്കാന്ന് പറഞ്ഞു. അല്ലേ? ഒന്ന് ഒരു ഡിവോഷണൽ ആറ്റിറ്റ്യൂഡും ഒന്നൊരു മെറ്റീരിയൽ ആറ്റിറ്റ്യൂഡും. അതാണ് വ്യത്യാസം. So, and being constantly engaged in the service of Krishna is considered to have ceased all material activities. അതുകൊണ്ട് നിരന്തരമായിട്ട് ഭഗവാന്റെ തൃപ്തിക്ക് വേണ്ടിയിട്ട്, ഭഗവാന്റെ സംതൃപ്തിക്ക് അല്ലെങ്കിൽ ഭഗവാനെ ഗ്ലോറിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ഓരോ ആക്ടിവിറ്റിയും അത് ഭൗതിക തലത്തിലുള്ള ആക്ടിവിറ്റി അല്ല, അത് ഡിവോഷണൽ ആക്ടിവിറ്റി ആയിട്ട് ഭഗവാൻ കാണും. ഈസ് കൺസിഡർഡ് ടു ഹാവ് സീസ്ഡ് ഓൾ മെറ്റീരിയൽ ആക്ടിവിറ്റി. അങ്ങനത്തെ ഒരു വ്യക്തിക്ക്, അങ്ങനത്തെ ഒരു ഭക്തന് ഭൗതിക തലത്തിലുള്ള ഒരു ആക്ടിവിറ്റിയും ചെയ്യാനുള്ള ഒബ്ലിഗേഷൻ, കടപ്പാടുണ്ടാവില്ല. അല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും സൊസൈറ്റിയുടെ, നമ്മുടെ സന്ധുബന്ധുക്കളോടെ ചില കടപ്പാടുകളുണ്ട്, അത് ചെയ്തേ പറ്റൂ. ഹരേ കൃഷ്ണ. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ. अनंत कोटि वैष्णव की जय, श्रील प्रभुपाद की जय, गुरु महाराज की जय, नताय भो प्रेमानंदे, हरि हरि बोल. हरे कृष्ण.